എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കാം. ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ? അപ്പോൾ ആദ്യമേ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ പറയുക, നിങ്ങൾ കേവലം ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വാച്ച് ചെയ്യുന്നത് പോലെയാണ് ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഔട്ട്കം നമുക്ക് കിട്ടില്ല. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഒക്കെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, അത് നിങ്ങളുടെ വൊക്കാബുലറി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഔട്ട്കം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളും പരസ്പരം ഒരു ക്ലാസ്സിലിരുന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് വൊക്കാബുലറീസ് കിട്ടും. അതുപോലെ തന്നെ കുറേ സെൻറ്റൻസ് പാറ്റേൺ, ഗ്രാമർ, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കേൾക്കണം, അതിനൊക്കെ മൊത്തത്തിൽ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? യെസ്, ഐ ആം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. വൺസ് അഗെയിൻ, ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ്, ഐ ആം റെഡി. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങളൊന്ന് ചോദിക്കാൻ പോവാണ്, എന്ത്, ഞാൻ ഇന്ന് എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ച് തരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുക, ഡു യു നോ? ഡു യു നോ? യെസ്, ഡു യു നോ ഞാൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? വാട്ട് ഐ ആം ഗോയിങ് ടു ടീച്ച്. അപ്പോൾ നിങ്ങൾക്കറിയോ ഞാൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? എങ്ങനെ പറയാം? ഡു യു നോ വാട്ട് ഐ ആം ഗോയിങ് ടു ടീച്ച്. നിങ്ങളോട് ഡു യു നോ വാട്ട് ഐ ആം ഗോയിങ് ടു ടീച്ച് യു. അപ്പം നിങ്ങളെന്ത് പറയണം? ഞങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ എന്താ പറയാൻ പോകുന്നത്, അറിയില്ല. അപ്പോൾ എങ്ങനെ അറിയാം? നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഗോയിങ് ടു ടീച്ച്. എന്താ അറിയണ്ടേ? ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഗോയിങ് ടു ടീച്ച്. ഇനി നമുക്ക് ഒന്നുകൂടി പ്രൊഫഷണൽ ആക്കണമെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഗോയിങ് ടു ടീച്ച് എന്നൊക്കെ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ആ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സ്പിരിറ്റ് നമ്മൾ നേടിയെടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ 12 വർഷം സ്കൂളിൽ പഠിച്ചു, പിന്നെ ഡിഗ്രി പഠിച്ചു, പിന്നെ PG, ഡിപ്ലോമ, അങ്ങനെ പലതും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇംഗ്ലീഷ് നമ്മൾ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ തലങ്ങും വിലങ്ങും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ലില്ല എങ്കിൽ നമ്മൾ ഇത്ര വീക്കാണോ? അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ പോകണേ. ഇതിപ്പം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ 12 വർഷം സ്കൂൾ പഠിച്ചു എന്ന് എങ്ങനെ അറിയാം? ഐ ഹാവ് സ്റ്റഡീഡ് 12 years ഇൻ സ്കൂൾ. പറഞ്ഞേ, ഐ ഹാവ് സ്റ്റഡീഡ് 12 years ഇൻ സ്കൂൾ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാം, ഐ ഹാവ് സ്റ്റഡീഡ് 12 years ഇൻ സ്കൂൾ. സ്കൂളിൽ ഞാൻ 12 വർഷം പഠിച്ചു, ബട്ട് സ്റ്റിൽ ഐ ആം നോട്ട് ഏബിൾ ടു ടോക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് ഇംഗ്ലീഷ്. 12 വർഷം പഠിച്ചിട്ടും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മൈ ഡിഗ്രി, ഡിപ്ലോമ, എന്താണ് അത് പറയുക, 3 years. ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ടോക്ക് ഇംഗ്ലീഷ്. എനിക്ക് അപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠന സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു? വാട്ട് ഐ വാസ് ഡൂയിങ് at my study during my study time. What I was doing during my study time. ഞാൻ എൻ്റെ പഠന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നിങ്ങൾ തന്നെ ഒരു ആകാംക്ഷയോടുകൂടി, ഒരു തരം ക്യൂരിയോസിറ്റിയോട് കൂടി ഇങ്ങനെ ചിന്തിക്കുക, why I wasted that much time. എന്തിനാണ് ഞാൻ അത്ര സമയം ചിലവഴിച്ചത്? അത് ചിന്തിച്ചോക്കെ, why I wasted that much time. അത് ഇംഗ്ലീഷിൽ വരണ്ടോ? why I wasted that much time. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര അബദ്ധമായി പോയി. എന്താ പറയണ്ടേ? അതങ്ങനെ ചിന്തിച്ചിട്ട് പറയാം, അത് ഭയങ്കര അബദ്ധമായി പോയി. It was very ridiculous. It was so ridiculous. It was so ridiculous. അപ്പോൾ ഞാൻ അതിന് മാത്രം ദുർബലനാണോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, ഞാൻ അതിന് മാത്രം ദുർബലനാണ്. എന്താ പറയണ്ടേ? Am I weak that much? Am I weak that much? എന്താ പറയണ്ടേ? Am I weak that much? ഞാൻ അതിന് മാത്രം ദുർബലനാണ്. നീ അതിന് മാത്രം ദുർബലനാണെന്ന് ചോദിക്കുക. Are you weak that much? നീ അതിന് മാത്രം ദുർബലനാണോ? അപ്പോൾ ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ അറിയാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി മുതൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. നൗ ഓൺവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ, നൗ ഓൺവാർഡ്സ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. എങ്ങനെ പറയാം? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്കറിയാം ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എനിക്കറിയാമെന്ന് എങ്ങനെ അറിയാം? ഐ നോ. അപ്പോൾ ഐ നോ എന്ന് പറഞ്ഞ ശേഷം നമ്മൾ ആ അറിയുന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഒരു ദാറ്റ് കൂട്ടി കൊടുക്കണം. ഐ നോ ദാറ്റ്. ഇനി എന്താ അറിയാം? ഇംഗ്ലീഷ് സംസാരിക്കൽ ഇത്തിരി പ്രയാസമാണ്. സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഐ നോ ദാറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, പക്ഷേ
ബട്ട് ഞാൻ സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന എങ്ങനെ പറയാം? ഐ വിൽ സ്റ്റാർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വിൽ സ്റ്റാർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് നെക്സ്റ്റ് 15 years. ഇനി അടുത്ത 15 വർഷം എനിക്ക് എടുക്കണ്ട. അടുത്ത 15 വർഷം ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കില്ല. അങ്ങനെ പറയാം, ഐ വിൽ നോട്ട് സ്പെൻഡ് നെക്സ്റ്റ് 15 years ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. എങ്ങനെ പറയാം? ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി 2 മാസത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ 2 years. വിത്തിൻ 2 years. അപ്പം ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി വിത്തിൻ 2 years. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ഇവിടുന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നാളെ മുതൽ ഇനി നമുക്ക് സ്പീക്കിംഗ്, ലിസണിങ്, അതുപോലെ തന്നെ തിങ്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആളുകൾക്ക്, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ. വി ക്യാൻ ബിൽഡ് ദ ബെസ്റ്റ് റിസൾട്ട്സ്.